വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വന്നിരിക്കുന്ന ഷോപ്പാസ് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സസ് നോക്കാൻ വോയിസിൻ്റെ ഡ്രസ്സസ് നോക്കാൻ ഞാൻ ഡ്രസ്സസ് കാണിച്ചിട്ട് ഒരു വൈറ്റ് ജീൻസ് ഉണ്ട്, പക്ഷെ കാണൂല. വൈറ്റ് ജീൻസ് ആരും കണ്ടേ ഉണ്ടാവില്ല കൂടുതലായിട്ടും, പക്ഷേ ബ്ലൂ ആൻഡ് സ്കൈ ബ്ലൂ കുറേ കണ്ടിട്ടുണ്ട്, ഡാർക്ക് ബ്ലൂവും കണ്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ട് ഒരു ജാക്കറ്റ് ഉണ്ട്, പിങ്ക് കളർ ജാക്കറ്റ് ഉണ്ട്, അതിനപ്പം കാണിച്ചിട്ട് ഈ പർപ്പിളിൻ്റെ ഈ സെൻറ്ററിൽ നിൽക്കുന്ന ഈ കീഷൊക്കെ ഉള്ള അതാണ് ഇന്ത്യ, ആ സിപ്പൊക്കെ ഉള്ള അതാണ് ഇന്ത്യ. അതാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ ഒരു സൈസിനാണ്. ഇത് ചൈനയാണ്. ചൈന അതാ കണ്ട ചൈനീസ്. ഫസ്റ്റ് എനിക്ക് തോന്നിയത് ഇതെടുക്കാമെന്നാണ്, പക്ഷെ കിട്ടിയില്ല. എൻ്റെ താത്ത അവിടെ ഡ്രസ്സ് ഇടുകയാണ്. നല്ല ഡ്രസ്സൊക്കെ വൈറ്റ് ജീൻസ് കണ്ടിട്ടുണ്ടാവില്ലേ. വാവാസിയിലാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെടാൻ. അതാണ് ഞാൻ വീഡിയോ വ്ലോഗ് എടുക്കുമ്പോഴത്തേക്കോ കാണാം ഗൈസ്. എന്തൊക്കെ ഉണ്ട്. പിന്നീട് ഇതിൻ്റെ നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവിടുത്തെ കുഞ്ഞു മക്കളത്തെ നല്ല രസമുണ്ട്. ഇതെനിക്ക് വേണ്ടിയിരുന്നു ഗൈസ്. ഇത് ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലെങ്കിൽ ഉമ്മ വാങ്ങി തരുമായിരുന്നു, പക്ഷെ ഫസ്റ്റ് പറഞ്ഞില്ല ഗൈസ്. ഇത് ഞാൻ കണ്ടിട്ട് തന്നെയല്ല, ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കൊരു പെരുന്നാൾ ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചു ഗൈസ്. ഇതൊക്കെ നല്ല രസമുണ്ട്. യൂണിഫോം മാതിരി ഉണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് ഉമ്മ വാങ്ങി തരൂല, ഞാൻ ഒന്ന് ഉറപ്പിച്ച്. എനിക്കൊരു ഉടുപ്പ് വേണ്ടിയിരുന്നു, ആഗ്രഹമുണ്ട്. ഞാനൊക്കെ കുറേ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് നോക്കാനുണ്ട്. എനിക്കാകെ 2 ഡ്രസ്സേ നോക്കിയുള്ളൂ. ഫസ്റ്റ് ഉണ്ടാണ് നോക്കി, പിന്നീടാണ് ഞാൻ നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏതാ ഇഷ്ടം എന്ന് എനിക്കറിയില്ല. എനിക്കിഷ്ടം ഇങ്ങനെ വെച്ച് കുറേ ഡ്രസ്സസ് ഞാൻ നോക്കുന്നുണ്ട്. പിന്നീട് ഓരോ ദിവസം ഇങ്ങനെ ഓരോ നേരം എന്തിനാണെന്ന് ഡ്രസ്സ് എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കും പിറന്നാളേക്കാണ്, അല്ലെങ്കിൽ ബർത്ത്ഡേക്കാണ് ഒക്കെ വിചാരിക്കും. പക്ഷെ ബർത്ത്ഡേക്കോ പിറന്നാൾക്കോ ഒന്നുമല്ല ഗായ്സ്. എന്താ ഞങ്ങൾ ദുബായി പോവുകയാണ്. ഞാൻ 3rd വട്ടമാണ് ഞാൻ പോണത്. കുറേ ആൾക്കാർ 6, 7, 8, 9, 10 ഒക്കെ 11, 100 ഒക്കെ ഉണ്ടാകും. ഞാൻ 3rd വട്ടം ഒന്ന് ചെറുപ്പപ്രായത്തുനിന്ന്